എൻ്റെ പേര് ടെസ്സി. ഞാൻ USA-യിൽ നിന്ന് വരുന്നു. ഹ്യൂസ്റ്റൺ, ടെക്സസ്, സെൻറ്റ് ജോസഫ് സീറോ മലബാർ ഇടവകാംഗമാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ ഭാഗ്യം തന്നതിന് ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ആയിരം നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈനിലാണ്. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. മൂത്ത മകൾ മേഘയാണ്, രണ്ടാമത്തേത് റേച്ചൽ. മേഘ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അവളുടെ സെക്കൻഡ് ഇയർ സ്കൂൾ തൊട്ട് പെട്ടെന്ന് അവൾക്ക് ഒരു ഡിപ്രഷൻ പോലെ വന്നിട്ട് അവളുടെ പഠനത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഞങ്ങളെ അത് വളരെ വല്ലാതെ തളർത്തി. കാരണം അവളെല്ലാത്തിലും ഓൾറൗണ്ടറായ ഒരു കുട്ടിയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പല ഓൺലൈൻ ധ്യാനങ്ങളും റിട്രീറ്റ്സും എല്ലാം ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. എന്നാലും ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ഓൺലൈൻ ടോക്സൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനമൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനതങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുമായിരുന്നു. അതിനൊന്നും ഞാൻ ഒത്തിരി അറ്റൻഷൻ കൊടുത്തിരുന്നില്ല. പിന്നീടാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് എനിക്കൊരു കൃപാസനം പത്രം തരികയും കൃപാസനത്തിൽ നീ ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കണമെന്ന് പറയുകയും ചെയ്തത്. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് അപ്പം എൻ്റെ ഇമെയിലിൽ ഞാനത് ചെയ്തപ്പം അത് പോകുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ രണ്ടാമത്തെ മോള് റേച്ചലാണ് എടുത്തു തന്നത്. അപ്പം ആ ഓൺലൈനിൽ അവളുടെ ഇമെയിലിലാണ് എടുത്തത്. അന്ന് തന്നെ അവൾക്ക് ഡ്രൈവിങ്ങിന് ആ ഫസ്റ്റ് ചാൻസിൽ തന്നെ അവൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ പറ്റി. അതാണ് റേച്ചലിന് കിട്ടിയ അനുഭവം. അവളുടെ ഇമെയിൽ ID ഉപയോഗിച്ചു എന്നത് മാത്രമാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്തത് തന്നെ ശേഷം മേഘയ്ക്ക് നല്ല മാറ്റം ഉണ്ടായി. പക്ഷേ പഠനത്തിന് അവൾ പിന്നെ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. അതുകൊണ്ട് അവളുടെ മേജർ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അവൾ ബയോകെമിസ്ട്രി മേജറായിരുന്നു. അത് ചേഞ്ച് ചെയ്ത് നേഴ്സിങ്ങിലേക്കാക്കി. അത് ഞങ്ങളെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവൾ മെഡിസിനൊക്കെ പോകാനിരുന്ന കുട്ടിയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എങ്കിലും മാതാവിൻ്റെ ഈശോയുടെ ഇഷ്ടം അതാണെന്ന് വിശ്വസിച്ച് ഞങ്ങൾ അവളെ നേഴ്സിങ്ങിന് ചേർത്തു. ത്രൂ ഔട്ട് ദി നേഴ്സിംഗ് സ്കൂളിൽ ഒത്തിരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. എങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവൾ ഈ ഡിസംബറിൽ 18-ാം തീയതി ഗ്രാജുവേറ്റ് ചെയ്തു. അതിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഇവിടെ വെക്കേഷന് വന്നത്. പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്തത് വഴി ഉണ്ടായി. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് 2022 ഒക്ടോബറിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. പിന്നെ ഹ്യൂസ്റ്റണിൽ അച്ഛൻ വന്നപ്പോൾ അവിടെയും ഉടമ്പടി എടുത്തു. അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും അച്ഛന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം അമ്മ തന്നു. പിന്നെ രോഗസൗഖ്യം പറയുവാണെങ്കിൽ എനിക്ക് സിവിയർ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പം എമർജൻസി ആയിട്ട് എൻ്റെ ഹീമോഗ്ലോബിനൊക്കെ താന്ന് 5.6 ആയി. അപ്പം എമർജൻസി ആയിട്ട് ഹിസ്റ്ററക്ടമി ചെയ്യേണ്ടി വന്നു. അപ്പം എനിക്ക് സർജറിക്ക് പോകാൻ നേരത്ത് കാശ് രൂപം കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് കൊന്തയിലിങ്ങനെ തൂക്കിയിട്ടേക്കുന്നതുകൊണ്ട് അതിൽ ഒരു മെറ്റൽ പീസ് ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ എടുക്കത്തില്ലായിരുന്നു, അവർ സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഞാനൊരു നേഴ്സ് പ്രാക്ടീഷണറാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഒരു ഇൻസൾട്ട് അല്ലേ, ഈ ഒരു കാശ് രൂപമൊക്കെ സർജറിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട്. പക്ഷേ ഞാൻ ഓർത്തു ഇല്ല, ഐ വിൽ ടേക്ക് ദാറ്റ് ഇൻസൾട്ട്. ഞാൻ ചോദിച്ചു എനിക്കിത് പ്രഷ്യസ് ആണ്, എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ അത് കൊണ്ടുപോകണം എന്ന് ഞാൻ വളരെ ശാഠ്യം പിടിച്ചു. അപ്പം ആദ്യം അവർ സമ്മതിച്ചില്ല. പിന്നീട് ഒരു മേരി എന്നുള്ള ഒരു നേഴ്സ് തന്നെ വന്നിട്ട് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഞാൻ നിനക്ക് ഇത് ഇൻസുലേറ്റ് ചെയ്ത് തരാം, എന്നിട്ട് നീ എൻ്റെ കൈ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാനത് ധൈര്യപൂർവ്വം പിടിച്ച് എൻ്റെ സർജറിക്ക് ഞാൻ തിരിച്ച് സർജറി എല്ലാം കഴിഞ്ഞ് അനസ്തീഷയിൽ നിന്ന് റിക്കവർ ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ കാണുന്നത് എൻ്റെ കയ്യിൽ എൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. എനിക്ക് വലിയ റെസ്റ്റൊന്നും കിട്ടിയില്ല, പക്ഷേ ഇറ്റ് വാസ് എ മിറക്കുലസ്ലി എനിക്ക് 6 വീക്സ് പെട്ടെന്ന് അത് ഹീലായി. സർജറി ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്തു. ഒരു വലിയ സർജറി കഴിഞ്ഞതിൻ്റെതായ ഒരു ക്ഷീണമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ് ഡേ ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യാനൊക്കെ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് സാധിച്ചു.
പിന്നീടുണ്ടായ ഒരു രോഗസൗഖ്യം എനിക്ക് പെട്ടെന്ന് ഒരു യൂറിനറി സ്റ്റോൺ വന്നു. അന്നേരം അവർ CT സ്കാൻ ചെയ്തായിരുന്നു. അപ്പോൾ CT സ്കാൻ ചെയ്തപ്പം എനിക്ക് എൻ്റെ അഡ്രീനൽ ഗ്ലാൻഡിൽ ഒരു അഡിനോമ കണ്ടു. ഇറ്റ്സ് ലൈക്ക് 4.5 സെൻറ്റിമീറ്റർ. അത് ഒരു ക്വൈറ്റ് ബിഗ് സൈസാണ്. 4.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞൊരു വലിയ സൈസ് അഡിനോമയാണ്. അപ്പം ഞങ്ങൾ ഡോക്ടറെ പറഞ്ഞു യൂറോളജിസ്റ്റിനെ കാണിക്കണം, ഇറ്റ് കുഡ് ബി മാലിഗ്നൻ്റ് എന്ന് പറഞ്ഞു. ബീയിങ് എ പ്രാക്ടീഷണർ, അപ്പോൾ എനിക്ക് എൻ്റെ ബ്ലഡ് പ്രഷറും ഒക്കെ ഇച്ചിരി കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ട്യൂമർ സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ എൻ്റെ ബ്ലഡ് പ്രഷർ കൂടുന്നതെന്നൊക്കെ എനിക്കും ഒരു ഡൗട്ട് തോന്നി. ഇച്ചിരി അറിയാകുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ എക്സാജറേറ്റ് ആയിട്ട് ചിന്തിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആകെപ്പാടെ അങ്ങ് സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു. പക്ഷേ എന്നാലും ഞാൻ മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ചു, ഈശോയിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. യൂറോളജിസ്റ്റിനെ കണ്ടു. അപ്പം ഒരു MRI ചെയ്യണമെന്ന് പറഞ്ഞു. MRIക്ക് വേണ്ടിയിട്ട് 1 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിപ്പീറ്റഡ് MRIയിൽ അത് അഡിനോമ ഗ്രോ ചെയ്യുന്നില്ല. ഇറ്റ്സ് സ്റ്റിൽ അറ്റ് 4.5 സെൻറ്റിമീറ്റർ. യൂറോളജിസ്റ്റ് പറഞ്ഞു അതിന് സർജറിയുടെ ഒന്നും ആവശ്യമില്ല, ഇറ്റ്സ് എ ബിനൈൻ ട്യൂമർ, യു ഡോണ്ട് ഹാവ് ടു ഡു എനി സർജറി. ഈ ഹോർമോണൽ സ്റ്റഡീസും എല്ലാം നോർമലായിരുന്നു. സോ ദൈവകൃപ കൊണ്ട് അത് എനിക്ക് ഒരു ഹീലിംഗ് ആയി കിട്ടി. പിന്നെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളൊരു ആവറേജ് ക്രിസ്ത്യൻസാണ്. ആയിരുന്നു ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവുകയുള്ളായിരുന്നു. ഇപ്പം ഈ പ്രത്യേകിച്ചും വിജയകുമാർ സാറിൻ്റെ ഈ ടോക്സൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വിജയകുമാർ സാർ എപ്പോഴും ഈ കുർബാനയ്ക്ക് പോകുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും എടുക്കുന്ന ഓരോ എഫേർട്ടിനെ കുറിച്ചും ഓർത്തപ്പോൾ ഞാനും ഓർത്തു, ദൈവമേ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിട്ട് ഒട്ടും ഈശോയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലല്ലോ, കുർബാനയ്ക്ക് പോകാനായിട്ട് ഒട്ടും ഒരു സ്ട്രഗിളും ഞാൻ കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അതൊരു വലിയൊരു ഇൻസ്പിറേഷനായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് കുർബാനയ്ക്ക് പോകാൻ ശ്രമിക്കുക. എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. അത് അമ്മയുടെ ഈശോയുടെയും കരുണ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഒരു മെറിറ്റല്ല. പിന്നെ ബൈബിളും ഞാൻ അങ്ങനെയൊന്നും വായിച്ചിട്ടില്ലായിരുന്നു. ഈ ഉടമ്പടി എടുത്തത് ശേഷം ബൈബിള് പൂർണ്ണമായിട്ട് വായിക്കാനുള്ള കൃപ നൽകി. 30 മിനിറ്റ്സ് ഒന്നും ഞാൻ ടു ബി ഓണസ്റ്റ് ഞാൻ എല്ലാ ദിവസവും 30 മിനിറ്റ്സ് വായിച്ചിട്ടില്ല. എന്നാലും ഹോൾ ബൈബിൾ വായിക്കാനായിട്ട് ദൈവം കരുണ തന്നു. അതുപോലെ എൻ്റെ ഹസ്ബൻഡും അങ്ങനെ ബൈബിളൊന്നും വായിക്കുന്നതോ ബൈബിളെ തൊടുന്നതോ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് എന്നും ഒരു 5-10 മിനിറ്റെങ്കിലും പുള്ളി ബൈബിൾ വായിച്ചിട്ടേ കിടന്നുറങ്ങുള്ളൂ. എന്നും കുടുംബ പ്രാർത്ഥന ചെല്ലും. അതുപോലെ ഫുള്ള് കൊന്ത ചെല്ലുന്നതും ഞങ്ങളുടെ വീട്ടിൽ റെയറായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കൊന്ത ചെല്ലാനും എല്ലാം ഉള്ള കൃപ ദൈവം തന്നു. പിന്നെ മോൾക്ക് കിട്ടിയ അനുഗ്രഹം മോള് തന്നെ പറയും. My name is Meka. I come from Houston, Texas. I had taken the Ordinbody back in October of 2024 when Father Joseph came to Houston and led a retreat there. And my testimony is that throughout nursing school, I had a lot of difficulty focusing on my studies, particularly because I was dealing with depression. And in particular, in one course in leadership, I was accused of using AI on one of my essays when I had not in fact used AI. And I had a meeting with my professor and the associate dean, and they showed me a report that said that my paper was AI generated. And despite trying to convince them with my search history and screenshots, they still gave me a 0 for that assignment. And that affected my grade and my morale significantly. But trusting in the intercession of Mother Mary, I wrote the next paper for that course. And by the intercession of Mother Mary and the providence of God, that paper did not come back as AI generated, and I got the full marks for that paper. And things were looking pretty good for me up until that point, but then I had to take the final exam for that course. And throughout all my exams in nursing school, I had been using the Kripasanam salt before I take the exams, and
the morning of the exams, I would also put the oil on my forehead. But despite doing all of that, I took the final exam for this course and I failed. And with the combination of the 0 that I got for that paper and the failing exam grade, I was failing the course. But I had one more chance in that class for one more exam. And that exam was the last and final chance that I had. And if I passed that exam, I would pass the course. But if I failed that exam, I would have been kicked out of nursing school. And so I had a very important decision to make. Either I drop the course and retake it, which would cost me 6 months, or I take that chance and take the exam to see if I would pass. So that day of that I had to make that decision, my family and I went to Mass, and afterwards we came to the decision to take the chance. I took the exam, but even after taking the exam, I felt not very confident. 2 weeks later, the exam results came out, and I passed by 1%. I was within 1% of failing, but I had passed. And I attribute this all to the intercession of Blessed Mother Mary and the providence of God. And if I'm being honest, even though I took Odambari back in October, I didn't follow it very completely, but still, Mother Mary has worked miracles in my life. And because of that 1% that she gave me, it meant the world to me. So I want to thank Mother Mary and Jesus for their hold on my life. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ചെയ്തത് ഇങ്ങനെ സഹായിക്കും, പാവപ്പെട്ടവരെ സഹായിക്കും, പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രവിതരണം ചെയ്തു, പിന്നെ യൂട്യൂബിലൂടെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യുകയും മറ്റുള്ളവരോട് പറയുകയും എല്ലാം ചെയ്തു. പിന്നെ അഖണ്ഡ ജപമാല റാലിക്ക് 2 പ്രാവശ്യം ഇവിടെ വരുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പം അതിനുവേണ്ടി ലീവിനൊക്കെ ഞാൻ ചോദിക്കുമ്പം ആളുകൾ ചോദിക്കുക, എന്തിനാണ് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നീ വരുന്നതെന്ന് ചോദിച്ചായിരുന്നു. അന്നേരം ഇതുപോലെ റാലിക്കാണെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് ഞാൻ അതിനുവേണ്ടി മാത്രം US നിന്ന് ഇവിടെ വരുന്നത്. അപ്പം എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ളവരൊക്കെ ചോദിച്ചു, ഐ യു ക്രേസി ഫോർ ദിസ് യു ആർ കമ്മിങ്, യു ആർ സ്പെൻഡിങ് ദിസ് മച്ച് മണി ഫോർ ദാറ്റ്. അങ്ങനെ ചോദിച്ചവർ പിന്നീട് അവർ ഉടമ്പടി എടുക്കുകയും മലയാളികളാണ്, അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുകയും ചെയ്തു. ഞങ്ങളുടെ അവിടെയും ഇപ്പം അഖണ്ഡ ജപമാല റാലി ഉണ്ട്. ഇപ്രാവശ്യത്തെ റാലിക്ക് ശേഷം ഞങ്ങൾ കുടുംബമായിട്ട് പോകാൻ പറ്റി. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ മഴവില്ലൊക്കെ കാണാൻ പറ്റി. അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. ഇവിടെ വന്ന് നിൽക്കുവാനും ഈ ആൾത്താരെയും ഇവിടെയുള്ള ശുശ്രൂഷകരും എത്രയോ പേർക്ക് അവരുടെ ജീവിതത്തെ എന്തോരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് എനിക്ക് പറഞ്ഞാൽ അറിയത്തില്ല. ഈ ക്രൂശ് രൂപം നോക്കിയാണ് ഞാൻ എൻ്റെ ഓഫീസിൽ എപ്പോഴും തനിച്ച പേഷ്യൻസിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഓഫീസിലിരിക്കുമ്പം ഈ ക്രൂശ് രൂപം എൻ്റെ സ്ക്രീൻ ID-യിൽ ഉണ്ട്. സ്ക്രീൻ സേവറാണ്. അതേ മുത്തിക്കൊണ്ടാണ് ഞാൻ പലപ്പോഴും പേഷ്യൻറ്റിനെ കാണാൻ പോകുന്നതും എല്ലാം. ഇത്രയും അനുഗ്രഹം തന്ന് ഇവിടെ നിൽക്കാനും പറ്റിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. താങ്ക് യു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:9 വചനമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന വിശ്വാസമുള്ള ഒരു ഹൃദയമാണ് നമുക്ക് വേണ്ടത്. ദൈവം ചെയ്ത നന്മകൾ മറക്കാതെ എല്ലാവരുടെയും മുൻപിൽ തുറന്ന് സാക്ഷിയായി ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ഉടമ്പടി മക്കൾ ഇവിടെ സാക്ഷ്യത്തിനായിട്ട് വരുന്നത്. ഈ മക്കളുടെ സാക്ഷ്യവും മഹതനെയാണ്. ടെസി തോമസും മകൾ മേഘ തോമസും നമ്മളോട് ഷെയർ ചെയ്തത് ദൈവം കനിഞ്ഞ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തോട് നന്ദി പറയാനാണ് ഇന്നിവിടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഇവിടെ എത്തി നന്ദി പറയാൻ, ദൈവത്തെ പ്രകീർത്തിക്കുവാനും നാമം പ്രകീർത്തിക്കുവാനുമാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഈശോയും അമ്മയും കനിഞ്ഞ് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നായി ഇവർ പറയുമ്പോഴും മകളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടായിരുന്നു. വളരെ പ്രയാസമേറിയ ഒരു സമയമായിരുന്നു മകൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. USA നിന്ന് ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ട്.
ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനെ അവർക്ക് മകളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കാണുവാൻ സാധിച്ചു. പിന്നീട് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ആ ബുദ്ധിമുട്ടുകളെല്ലാം ഈശോയും അമ്മയും മാറ്റി ഒരു പുതിയൊരു വഴിയിലൂടെ മകളെ നയിക്കുന്നതായിട്ട് ഇവർക്ക് മനസ്സിലായത്. പിന്നെ ഓരോ കാര്യം അവർ പറഞ്ഞതുപോലെ ഈശോയും അമ്മയും കൂടെ നിന്നാണ് ഇവിടെ ഓരോ കാര്യങ്ങളും നടത്തി കൊടുത്തത്. പിന്നെ ഈ മകളുടെ രോഗാവസ്ഥ ഓപ്പറേഷന് വേണ്ടി വരുമെന്ന് പറഞ്ഞതാണ് ആട്രിനൽ അഡിനോമ. അതിൽ നിന്നും ഈ രോഗത്തിൽ നിന്നുമാണ് നമ്മുടെ ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഓപ്പറേഷനിൽ നിന്നും ഇവർക്ക് ആ രോഗത്തിൽ നിന്നാണ് സൗഖ്യം ലഭിച്ചത്. ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യേണ്ടു. ഇതാണ് പരിശുദ്ധ അമ്മയിൽ ഈശോയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈ അമ്മ ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. അമ്മ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും അമ്മയാണ് ഈശോയോട് ചെന്ന് പറഞ്ഞ് നടത്തി തരുന്നത്. പിന്നീട് വന്നത് ഇവിടെ ഒരു ആത്മീയ ജീവിതത്തിലൊരു വലിയൊരു ഉണർവാണ്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ബൈബിൾ നല്ലതുപോലെ വായിക്കാനും. ഇവിടെ അഖണ്ഡ ജപമാല റാലിക്ക് അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു, ആർ യു ക്രേസി? എന്നിട്ടും ഇവരിവിടെ വന്നു. ഇന്ന് ആ മക്കളും ഈ ആലയത്തിൽ വന്ന് ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് ഉടമ്പടി ജീവിതം നയിക്കുന്നു. പലർക്കും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ക്രേസി ആണെന്ന് തോന്നാമായിരിക്കാം. പക്ഷേ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനും നമ്മളെ സഹായിക്കുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ മക്കൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് മെഹ തോമസിൻ്റെ സാക്ഷ്യവും ടെസ്റ്റിമണി. For nothing is impossible with God. St. Luke chapter 1 verse 37. As she shared, she had taken the covenant. Online covenant she also started. Gradually she came and took the Tirthadana covenant. From then on, she was staying in a life going through a depressing moment. She was not able to concentrate on her studies. Her last semester exam was in a difficult time. Her professor gave her an associate dean. They had a tough time with her. And she was going through a difficult time because when she submitted her last semester paper, it was said that the paper was prepared by AI generated. It was not done by her, but despite trying to convince the associate professor and the dean, they were not able to convince, and so she could not succeed in that exam. Later again, she took the second time. That also she could not. She failed. They kept on praying to Jesus and Mary. And the third time, that was the last chance. With her combination of 0 for the first essay and a failing in the second exam, third exam was a risky time. And she really took the holy oil and the salt for her exam hall. And she prayed earnestly, prepared her more and more, depending on Jesus and Mary for their help. In that exam, she was able to pass. And she says that it is not by merit, but by the grace of God. As we heard that, she shared very beautifully that twice failed, and third time, she did not lose her faith. She kept on praying to God, holding their hands of Jesus and Mary. And she prayed vigorously and perhaps more seriously. And that's what this brought merit to her. Today she is a nursing graduate. And she came here to thank God. She has not forgotten to thank God. She came here to express her gratitude to Kripasanam Amma for all the blessings. And although she went through the tough time, she never forgot to pray. Let us also, even though we go through the dark moments in our life, difficulties and struggles, let's not forget the hand of God. Let's not leave the hand of God. Let us hold on to Jesus and Mary and be convinced of their love and support and go ahead in our covenant life. Let us thank God for all the blessings and graces received through the intercession of the powerful intercession of Mother Mary of Kripasanam and the blessings of Jesus. ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.